അല്പസമയത്തിനകം US ക്യാപിറ്റോളിലെ റോട്ടൻഡ ഹാളിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിന്റെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. അതിനുശേഷം രാജ്യത്തെ പുതിയ പ്രസിഡന്റ് അഭിസംബോധന ചെയ്യും. 47ാമത് പ്രസിഡന്റായാണ് ഡൊണാൾഡ് ജെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുക. നമ്മോടൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് കൂടി ചേരുകയാണ്. PP ജെയിംസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇപ്പോൾ ഈ ജയിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെതിരെ ഒരു കറൻസി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. അത്തരത്തിലൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ 100% താരിഫ് കൊണ്ടുവരും. അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കെതിരെയാണെങ്കിലും ചൈനയ്ക്കെതിരെയാണെങ്കിലും ഒക്കെ ഈ ഒരു താരിഫ് ഭീഷണിയാണ് ട്രംപ് ഉന്നയിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റുകാരനെന്ന നിലയിൽ ഭീഷണി ആദ്യം നടത്തുക, അതിനുശേഷം ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച ചെയ്യുക, പരിഹാരം കാണുക എന്നൊരു രീതിയാണ് ട്രംപിൻ്റെതെന്ന പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ഇത്തവണ ഈ കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും ട്രംപിൻ്റെ ഒരു നയം? അല്ല, ഇപ്പോഴത്തെ ട്രംപിൻ്റെ രീതി അനുസരിച്ച് ക്രിസ്റ്റീന, ട്രംപ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയം രണ്ടാമതേ വരുന്നുള്ളൂ. എപ്പോഴും ബിസിനസ്സുകാർ ചെയ്യുന്നൊരു രീതിയുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിൽ നെഗോഷിയേഷനിലൂടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ കാര്യം നേടിയെടുക്കുക. ഇത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഒരുപക്ഷെ താൻ അധികാരത്തിൽ വരുന്നതിന് മുൻപേ ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ ട്രംപ് മുൻകൂട്ടി എറിഞ്ഞു. ട്രംപ് എന്താ പറഞ്ഞ, ഞാൻ വരുന്നതിന് മുമ്പ് ഇത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ പൊടിപൊടിക്കും. ഹമാസിനെയും പേടിപ്പിച്ചു. തൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രധാനമന്ത്രി കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹുവിനും മെസ്സേജ് നൽകി, ഞാൻ വരുന്നതിന് മുമ്പേ ഇത് തീർത്തേക്കണം, ഞാൻ വന്നിട്ട് തീർത്തു എന്നുള്ള പേര് വേണ്ട. തൻ്റെ ഭീഷണിയിൽ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലുണ്ടാക്കി. അതുപോലെ തന്നെ ബന്ദികളെ കൈമാറി തുടങ്ങി. അപ്പം തൻ്റെ വാക്കിന് വിലയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പറയുന്നത് നടക്കും എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ അദ്ദേഹം ഏറ്റവും അധികം ചർച്ച നടത്താൻ പോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ കാലാകാലങ്ങളിലുള്ള ഏറ്റവും വലിയ എതിരാളികൾ പണ്ട് സോവിയറ്റ് യൂണിയനും ഇപ്പോൾ റഷ്യയും പിന്നെ ചൈനയുമാണ്. പക്ഷെ അദ്ദേഹം എലോൺ മസ്ക് അടക്കമുള്ള ആൾക്കാരുടെ ഇത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുന്നു. ചൈനയും റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. അതൊരു രാഷ്ട്രീയ നീക്കത്തേക്കാൾ ഉപരി ഒരു വ്യാപാര ബന്ധമാണ്. 2018 ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് ട്രംപ് തന്നെയാണ്. അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഷി ജിൻപിങ്ങിനെ വിളിച്ച് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെ ഷി ജിൻപിങ് അയക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിൽ കാണേണ്ടി വരും.